നല്ല കനലുള്ള അടുപ്പിലേക്ക് നമ്മൾ ചുവന്ന മുളക് അഥവാ വറ്റൽ മുളക് ഇട്ട് നന്നായി ഒന്ന് ചുട്ടെടുക്കുക. ചാരവും പൊടിയും തട്ടിക്കളഞ്ഞ് അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി അഥവാ കുഞ്ഞനുള്ളിയും കൂടെ ചേർത്ത് കുരു കളഞ്ഞ വാളംപുളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ അരകല്ലിലേക്ക് വെക്കുക. അരകല്ലിലേക്ക് വെച്ച് കുഞ്ഞനുള്ളീനെ ആദ്യം ഒന്ന് ചതച്ചെടുക്കണേ. കുഞ്ഞനുള്ളി ഒന്ന് ചതഞ്ഞതിന് ശേഷം നമ്മൾ ഐറ്റം 3 കൂടെ കൂട്ടി നന്നായി ഒന്ന് അരച്ചെടുക്കുക. നന്നായി അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ വെണ്ണ പരുവത്തിനാവണമെന്നും ഇല്ല കേട്ടോ. നന്നായി അരഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ കല്ലിൽ നിന്ന് തടുത്ത് കൂട്ടി വാരി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വിരൽ കൊണ്ട് ഒന്ന് തടുത്ത് കൂട്ടി വാരി എടുക്കണം കേട്ടോ. ഇതിനൊരു പ്രത്യേക രുചിയാണ്. പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പറച്ചോറുണ്ണാണ്. അത് സത്യമാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുക. എന്നിട്ടോ നേരെ പോയി ചൂട് ചോറും എടുക്കുക. അതിലേക്ക് നമ്മളെ ചമ്മന്തി ഇട്ട് നന്നായി കൈ കൊണ്ട് കുഴച്ച് വായിലേക്ക് അങ്ങ് ഇടുമ്പോണ്ടല്ലോ നമ്മളെ തട്ടത്തിൻ മറിയത്തിൽ നിവിൻ പോളിൻ്റെ ഡയലോഗ്